ഹലോ, ഞങ്ങൾ ഇന്ന് എറണാകുളം വരെ ഒന്ന് പോവാണ്. അപ്പോൾ കണ്ണൂർ ഇന്തേനും ഞാനും ഒരുങ്ങി പുല്ലാട്ടോട്ട് ചേച്ചിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. പോകുന്ന വഴി ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങി. ചോറ്റാനിക്കരയിലുള്ള അരിയാസിലാണ് കയറിയത്. ഫുഡ് ഏത് വേണമെന്നുള്ള ചർച്ചയിലാണ് എല്ലാവരും. ഞാനും ചേച്ചിയും ഊണ് പറഞ്ഞു. വിനോദേട്ടനും രഞ്ജിത്തേട്ടനും മഷ്റൂം ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത്. കണ്ണൂനും ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ ഊണ് വന്നു. ഊണിൻ്റെ അകത്ത് പായസമൊക്കെ ഉണ്ട്. പായസവും തൈരും ഉണക്കമുളകും അച്ചാറ്, തോരൻ, അവിയൽ, പച്ചടി, സാമ്പാർ, മോരുകറി, പപ്പടം, രസം എല്ലാം ഉണ്ടായിരുന്നേ. നല്ല സൂപ്പർ ഊണായിരുന്നു. അടുത്തത് മഷ്റൂം ഫ്രൈഡ് റൈസും വന്നു. റൈസും ഒരു രക്ഷയില്ല, സൂപ്പർ ഫുഡായിരുന്നു. റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഗോപി മഞ്ചൂരിയും കൂടെ പറഞ്ഞായിരുന്നേ. ഇത് പറയേണ്ടത് ആ പായസമാണ്, പയറ് പായസം. ഞങ്ങൾ 2-3 വട്ടം പിന്നെ മേടിച്ചു. നമ്മൾ ചിലപ്പം വിശന്ന് ചില കടയിൽ കയറുമ്പോൾ ചിലപ്പോൾ ഫുഡ് കൊള്ളത്തില്ലായിരിക്കും. നല്ല ഫുഡാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ് അല്ലേ. നമ്മുടെ മനസ്സും നിറയും വയറും നിറയും. അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് തൃപ്തിയായി ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തി. കണ്ണും അതിൻ്റെ ഇടയ്ക്ക് വൊമിറ്റൊക്കെ ചെയ്തു കേട്ടോ. കഴിച്ചത് മൊത്തം അവൻ വൊമിറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്കും അതുണ്ട്. ഞാൻ പിന്നെ ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളിക കഴിക്കും. ഗുളിക കഴിച്ചാൽ പിന്നെ അതിൻ്റെ ക്ഷീണമാണ്. ഭയങ്കര ഉറക്കം വരും. മുഖമൊക്കെ തന്നെ നല്ല ക്ഷീണിച്ചിരിപ്പുണ്ട്. നമ്മൾ എറണാകുളത്ത് റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയതാണ്. പോയിട്ട് തിരിച്ചു വരുന്ന വഴി ലുലുമാളിൽ കയറി. ഞാൻ ലുലുവിൽ ആദ്യമായിട്ട് കയറുവാണ്. ബാഗിൻ്റെ സെക്ഷൻ വന്നപ്പം ചേച്ചിക്ക് ഒരു ബാഗ് എടുക്കണമെന്ന്. എന്നാൽ പിന്നെ ഒരു ബാഗ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കണ്ണൂന് ഛർദ്ദിച്ചതിൻ്റെ ക്ഷീണമായിരുന്നേ. അതുകൊണ്ട് അവൻ നടന്നേ ഇല്ല. ഫുള്ള് രഞ്ജിത്തേട്ടൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചേച്ചി ഒരു ബാഗ് സെലക്ട് ചെയ്തു. നല്ല സൂപ്പർ ബാഗായിരുന്നേ. പ്ലേറ്റും ഗ്ലാസും കപ്പും എല്ലാം കണ്ട് കണ്ണു തള്ളിപ്പോ. അതുപോലെ കളക്ഷൻസ് എന്തോരം ഉണ്ടല്ലേ. ഇവിടെ കുറേ പ്ലേറ്റൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഓണമൊക്കെ അടുത്തുകൊണ്ടായിരിക്കും നല്ല തിരക്കായിരുന്നു അവിടെ.
അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഫിഷിൻ്റെ ഒക്കെ സെക്ഷനിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴോ എല്ലാത്തരം ഫിഷും ഞണ്ടും കൊഞ്ചും എല്ലാം ഉണ്ട്. അതുമാത്രമല്ല അതിനെയൊക്കെ മസാല ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇവിടെ നിന്ന് മേടിക്കുക, വീട്ടിൽ ചെല്ലുക, കുക്ക് ചെയ്താൽ മാത്രം മതി. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും അടിപൊളി ഒരു ഇതായിരുന്നു. ഫിഷ് മാത്രമല്ല, മട്ടന്, ചിക്കന്, ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. നോൺ വെജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെജിൻ്റെ അടുത്തോട്ട് വന്നു. അവിടെ അതിനേക്കാളും ഭംഗിയായിട്ടുണ്ട്. കണ്ണൂന് സ്ട്രോബെറി ഉണ്ടോയെന്ന് തിരക്കി നടക്കുവാണ്. കുറച്ച് ദിവസമായിട്ട് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞു. അന്ന് അവിടെ ചോദിക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ സ്ട്രോബെറി ഇല്ല, തീർന്നു പോയി. നൂന് അവിടെ സ്ട്രോബെറി ഇല്ലെന്ന് കേട്ടപ്പോൾ അവനങ്ങ് വിഷമമായേ. വെജിറ്റബിൾസിൻ്റേത് കണ്ടോ, വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ പയറ് മുളപ്പിച്ചത്, പിന്നെന്താണ് കാന്താരി മുളക്, അവിയലിന്, സാമ്പാറിന് എല്ലാം എല്ലാം കൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൂമ്പ് തോരന്, എല്ലാ സകലമായ സാധനങ്ങളും ഉണ്ട്. നമുക്ക് അടുക്കളയിൽ ചെല്ലുക, കുക്ക് ചെയ്താൽ മാത്രം മതി. അണ്ണൂന് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ചോക്ലേറ്റ് മേടിച്ച്.
അപ്പം ചോക്ലേറ്റ് മേടിച്ചിട്ട് പിന്നെ അതും കൊണ്ടൊന്നും മേളിലോട്ടൊന്നും കയറാൻ പറ്റില്ലല്ലോ. അപ്പം അത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പം അത് നമ്മൾ ബില്ല് പേ ചെയ്തിട്ട് ഇവിടെ വെളിയിൽ കവർ ഇരിപ്പുണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം അപ്പയുടെ വകയാണ് കണ്ണൂന് ചോക്ലേറ്റ്. അപ്പോൾ ചേച്ചി അവിടെ ബില്ല് പേ ചെയ്യുവാണ്. ഞങ്ങളവിടെ ഓഫറിന് വെച്ചിരിക്കുന്ന ചോക്ലേറ്റാണ് എടുത്തുകൊണ്ട് വന്നത്, പക്ഷെ അവർ അതല്ലായിരുന്നു ഓഫർ. എന്തായാലും അത് തന്നെ മേടിച്ചു കൊടുത്തു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇത് നോക്കി ചുമ്മാ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരാൾക്ക് എക്സ്കലേറ്റർ കയറാൻ പേടിയായിട്ട് സ്റ്റെപ്പ് കയറി പോകുന്നു. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, എല്ലാവർക്കും കൂടെ ഒരു ഐസ്ക്രീമെങ്കിലും കയറി കഴിക്കണമെന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബെഡ്ഷീറ്റിൻ്റെ സെക്ഷനിലോട്ട് ചെന്നു. അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റൊക്കെ കേട്ടോ. കണ്ണൂന് പറ്റിയതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ വില അഫോർഡബിൾ അല്ലായിരുന്നു. അതുമല്ല, ഒന്ന് സെലക്ട് ചെയ്തെടുക്കാനുള്ള സമയവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മേളത്തെ ഒരു ഫ്ലോറിലൂടെ കയറി പെട്ടെന്ന് അവിടെ എല്ലാം ഒന്ന് നോക്കി പെട്ടെന്ന് അങ്ങ് ഇറങ്ങുമായിരുന്നു. കണ്ണൂന് വയറ് നോവുന്നെന്നും പറഞ്ഞ് ഇച്ചിരി പ്രശ്നമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങുമായിരുന്നു. ഞങ്ങളുടെ ഐസ്ക്രീം ഇനി വരുമ്പോൾ തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. പിന്നെ സമയം 9:30 കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ കഴിക്കാനൊക്കെ കയറി. ചങ്ങനാശ്ശേരിയിലുള്ള പത്മ കഫേയിലാണ് ഞങ്ങൾ കഴിക്കാൻ കയറിയത്. ഞങ്ങൾ പലരും പലതും ഓർഡർ ചെയ്തു. മസാല ദോശയും പൂരിയും പ്ലെയിൻ ദോശയും നെയ് റോസ്റ്റും എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡെല്ലാം വന്നു. ഇവിടെ നല്ല അടിപൊളി ഫുഡായിരുന്നു. കണ്ണൂന് ദോശ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് പ്ലെയിൻ ദോശ മേടിച്ചു കൊടുത്തു. ലാസ്റ്റ് പൂരിയാണ് അവൻ തിന്നത്. അവിടുത്തെ നല്ല സൂപ്പർ ഫുഡായിരുന്നേ. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പം വിനോദേട്ടൻ ഒരു ഐസ്ക്രീം എടുത്തു. അങ്ങനെ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ഐസ്ക്രീം എടുത്തു. ഇറങ്ങി വന്നപ്പോഴത്തേനും വിനോദേട്ടൻ വെളിയിലിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അപ്പം ചേച്ചിയും വിനോദിനോട് ഒരു ഐസ്ക്രീം കഴിച്ചു. ഞങ്ങളവിടെ വെളിയിലിരുന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ കണ്ണൂന് അത് തീർക്കല്ലേ എന്ന് പറയുമായിരുന്നു. അവനും അത് വേണമെന്നും പറഞ്ഞ് അവനും അത് കൊടുത്തു. കണ്ണൂരും രഞ്ജിത്തേണ്ണും പിന്നെ കുൾഫിയാണ് മേടിച്ചത്. അങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ രഞ്ജിത്തേണ്ണന് കുൾഫി ഇനിയും വേണമെന്ന് പറഞ്ഞ് പിന്നെ ഓടിപ്പോയി 3-4 എണ്ണം കൂടെ പിന്നെയും വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ കുൾഫിയൊക്കെ മേടിച്ച് അച്ഛനും മോനും വേഗം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.